ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കുന്നതാണ് 2025 വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും 8-ന് വോട്ടെണ്ണലും നടക്കും. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ധാരണയായി. 63ാമത് കേരള സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നേപ്പാൾ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 95ആയി. 130 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കുന്നതാണ് 2025 വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളർച്ച ഉറപ്പാക്കുന്നതിനൊപ്പം പൌരന്മാരുടെ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് കരട് നിയമങ്ങളെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിവര സാങ്കേതിക മന്ത്രാലയമാണ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂളിന്റെ കരട് പുറത്തിറക്കിയത്. മൈ ജിഒവി പ്ലാറ്റ്ഫോം വഴി അടുത്ത മാസം 18 വരെ പൊതുജനങ്ങൾക്ക് കരട് നിയമങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും 8-ന് വോട്ടെണ്ണലും നടക്കും. 70 അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഈ മാസം 10-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-ആണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷേധിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിഴവുകളില്ലാത്ത ഉപകരണങ്ങളാണെന്നും വോട്ടർമാരുടെ കണക്കുകൾ മാറ്റുക അസാധ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. There is no evidence of unreliability or any drawback in the EV. There is no question of introducing virus or bug in the EV. There is no question of invalid votes in the EV. No rigging is possible. High Court and Supreme Court is saying continuously in different judgments which are here. No alteration in results is possible by activating a Trojan horse or a virus. Evidence inspires confidence of the court that they are tamper-proof. EVMs are foolproof devices for counting. Allegations of tampering are baseless. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾ നാളെ ഒഡീഷയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1915-ൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ധാരണയായി. നിർണായക ധാതുക്കൾ, റെയർ എർത്ത് മൂലകങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മലേഷ്യ സുരക്ഷാ സംഭാഷണത്തിൽ തീരുമാനമായി. ആഗോള പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളും ചർച്ചയായി. വിവേചന ബുദ്ധിയോടെ ശരിയായത് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും തലമുറയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ളതിനാൽ രാഷ്ട്രത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗ്രയിൽ അധ്യാപക സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അസംഘടിത തൊഴിലാളികൾക്കായുള്ള ഇ ശ്രം പോർട്ടലിൽ ദിവസേന രജിസ്റ്റർ ചെയ്യുന്നവരുടെ ശരാശരി എണ്ണം 30,000 കടന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പോർട്ടലിന്റെ ബഹുഭാഷാ പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും നേട്ടം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 95ആയി. 130 പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് സിസാംഗിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇന്ത്യയിലെ ബിഹാർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു.
തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലോത്സവത്തിൽ കണ്ണൂർ, തൃശൂർ, പാലക്കാട് ജില്ലകൾ മുന്നിൽ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ മന്ദിരത്തിൽ ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ 150ലധികം ദേശീയ, അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. കുറ്റാന്വേഷണവും കുറ്റവാളികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട റെഡ് നോട്ടീസുകളും മറ്റ് ഇന്റർപോൾ അറിയിപ്പുകളും ഉൾപ്പെടെ ഇന്റർപോൾ വഴിയുള്ള എല്ലാ അന്താരാഷ്ട്ര സഹായ അഭ്യർത്ഥനകളും ഭാരത് പോൾ പോർട്ടലിൽ കാര്യക്ഷമമാക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദേശത്തേക്കുള്ള ക്രിമിനലുകളെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. 195 രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഭാരത് പോൾ സഹായകമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. कई सारे अपराधियों ने दुनिया के अलग अलग देशों में बैठकर अपराध कर हमारे कानून की रीच के बाहर अब समय आ गया है कि हम आधुनिक व्यवस्थाओं का उपयोग कर कानून की रीच के बाहर रहे विदेश में बैठे हुए अपराधी और हमारे देश में अपराध कर विदेश भागे हुए अपराधी को हमारी कानून की नेट के अंदर ला पाए. മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പുതിയ സംവിധാനം സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ 35 സിബിഐ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും അന്വേഷണത്തിലെ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലും ശ്രീ അമിത്ഷാ സമ്മാനിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും AIADMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമിയുടെ ബന്ധുക്കളുടെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ചെന്നൈ, ഈറോഡ്, കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവിടങ്ങളിലെ 25 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക കാലണ്ടർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് റെയിൽ ഭവനിൽ പുറത്തിറക്കി. പൊതുജന പങ്കാളിത്തത്തിലൂടെ പൊതുജനക്ഷേമം എന്നതാണ് ഈ വർഷത്തെ കലണ്ടറിന്റെ പ്രമേയം. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന സർക്കാരിന്റെ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ് കാലണ്ടറെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് യോഗം സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 234 പോയിന്റ് ഉയർന്ന് 78,199ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 92 പോയിന്റ് നേട്ടത്തിൽ 23,708ലും വ്യാപാരം അവസാനിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.4% സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ നടപ്പു വർഷത്തെ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച ആദ്യ അനുമാന കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023ലെ സെക്ഷൻ 479ലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. വിചാരണ തടവുകാരുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പുതിയ നിയമം അനുസരിച്ച് ആദ്യ തവണ കുറ്റവാളികളാകുന്നവരെ പരമാവധി തടവ് ശിക്ഷയുടെ 1/3 ശിക്ഷ അനുഭവിച്ച ശേഷം ഉപാധികളോടെ മോചിപ്പിക്കാം. ഫാം ടു ഫോർക്ക് വ്യാവസായിക പ്രദർശനം ഇൻഡസ് ഫുഡ് 2025 8ാം പതിപ്പിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഉദ്ഘാടനം ചെയ്യും. 30 രാജ്യങ്ങളിൽ നിന്നും 2300ഓളം പേർ പ്രദർശനത്തിൽ പങ്കെടുക്കും. 7500ഓളം അന്താരാഷ്ട്ര വ്യാപാരികളും 15000-ലധികം ഇന്ത്യൻ വ്യാപാരികളും മേളയുടെ ഭാഗമാകും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നാളെ FC ഗോവ ഹൈദരാബാദ് FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി ഡൽഹിയിലെ കർഷകർ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ കർഷകർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കുന്നതാണ് 2025ലെ വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും 8-ന് വോട്ടെണ്ണലും നടക്കും. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ, പ്രതിരോധം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ധാരണയായി. 63ാമത് കേരള സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി.
നേപ്പാൾ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 95ആയി 130 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.